ഒന്നാം സമ്മാനം കണ്ണൂരിലാണ്. സുനിഷ അയ്യലൂരുണ്ട്. സുനിഷ, കണ്ണൂരിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള ആരെങ്കിലും ആണോ ആവോ ആ ഭാഗ്യശാലി? 20 കോടി നേടിയിരിക്കുന്നത് ആർക്കാണെന്നാണ് അറിയേണ്ടത് ഇനി. രണ്ടാം സമ്മാനത്തിന് അർഹമായ 12ാമത്തെ നമ്പർ XA571412 XA571412. എല്ലാവരും ആ ഭാഗ്യശാലിയെ തിരയുന്നു എന്നതാണ്. ഇനി കണ്ണൂരിലാണ് ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ ജില്ലകളിലായി ഈ കണ്ണൂരിൻ്റെ, അതായത് കണ്ണൂരിൽ നിന്ന് വന്ന് പുറത്തുനിന്ന് വന്ന് കണ്ണൂരിൽ നിന്ന് വാങ്ങിയവരാണോ എന്നതടക്കമുള്ള സംശയങ്ങളുമുണ്ട്. പക്ഷേ ആരാണ് ആ ഭാഗ്യശാലി എന്നൊരുപക്ഷെ ഏജന്റിന് അറിയാമെങ്കിൽ, ആർക്കാണ് കൊടുത്തത് എന്നറിയാമെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ആരാണ് എന്നറിയാമെങ്കിൽ അല്പസമയത്തിനകം തന്നെ നമുക്കത് മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും കയ്യിൽ ടിക്കറ്റുള്ള കണ്ണൂർക്കാരും ഒപ്പം തന്നെ പുറമെയുള്ള ആളുകളും ഓർമ്മിച്ചാൽ മതി. XD 38 71 32 എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. 20 കോടിയുടെ ഭാഗ്യശാലി അതാണ്. ഏതായാലും ഗോർഖി ഭവനിൽ ഇപ്പോഴും ഈ നറുക്കെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഭാഗ്യശാലിയെ കണ്ടെത്തിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കോടീശ്വരൻ, അതായത് 20 പേർ ആരാണ് ആ ആരാണ് എന്നതാണ് അറിയേണ്ടത്. 1 കോടി രൂപ വീതം 20 പേർക്കാണ് ലഭിക്കുന്നത്. അങ്ങനെ ഓരോ സീരീസുകളായി ഇപ്പോൾ നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ അടുത്ത നറുക്കെടുപ്പ് ഇങ്ങനെ പുരോഗമിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ 21 കോടീശ്വരന്മാരാണ് ഇത്തവണ ഉണ്ടാകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൽ 20 കോടി കിട്ടിയിരിക്കുന്ന കോടീശ്വരൻ ആര് എന്നത് തന്നെയാണ്. അത് കണ്ണൂരിൽ നിന്നുള്ള ഏജന്റ് അനീഷ് വിറ്റ ടിക്കറ്റുകൾക്കാണ് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി കണ്ണൂരിലെയാണോ അയാൾ ഉള്ളത്, അല്ലെങ്കിൽ കണ്ണൂരിന് പുറത്തുള്ള ജില്ലകളിലാണോ? ഇനി നേരത്തെ വയനാട് നിന്നെടുത്ത ടിക്കറ്റ്, നേരത്തെ ഓണം ബമ്പർ വയനാട് നിന്നാണ് എടുത്തതെങ്കിലും മറ്റ് കർണാടക സ്വദേശിക്കായിരുന്നു അടിച്ചിരുന്നത്. അത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഇവിടെ വന്ന് എടുക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ആര് എന്നത് അറിയണമെങ്കിൽ കുറച്ച് സമയം കൂടി കാത്തിരിക്കണം എന്നത് തന്നെയാണ്. ഒരുപക്ഷെ വിനീത പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നതാണ് ഞാൻ തന്നെ ആലോചിച്ചത്. കണ്ണൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു ഇതൊക്കെ ആലോചിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും തിരഞ്ഞെടുപ്പ്, ഈ നറുക്കെടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാഗ്യശാലി ആരാണ് എന്ന് അല്പസമയത്തിനകം തന്നെ അറിയാം. ഏതായാലും കണ്ണൂർ 20 പേർ കൂടി കോടീശ്വരന്മാരാകുന്നു എന്നതാണ്